2019 നിന്ന് 2024 എത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് UDF വിട്ട് ഇടതുമുന്നണിയിലേക്ക് എത്തി എന്നുള്ളതാണ്. മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രതിനിധാനം ചെയ്യുന്ന ഇടുക്കി നിയമസഭാ മണ്ഡലം ഈ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗവുമാണ്. റോഷി അവിടെ ജയിച്ചത് റോഷിയുടെ വ്യക്തിപരമായ സ്വാധീനം കൊണ്ട് കൂടിയാണ് എന്ന് MJ ബാബു നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ എങ്കിലും കേരള കോൺഗ്രസ് എമ്മിൻ്റെ സാന്നിധ്യം ഇടതുജനാധിപത്യ മുന്നണിക്ക് ഇടുക്കിയിൽ ചെറുതല്ലാത്തൊരു ശക്തി നൽകുന്നുണ്ടോ? തീർച്ചയായും കേരള കോൺഗ്രസ് മാണിയെ ചെറുതായി കാണാൻ കഴിയില്ല. തൊടുപുഴ, ഇടുക്കി, ഉടുമ്പൻചോല, പീരുമേട്, ദേവികുളം, ഏറ്റവും ഇപ്പോഴേക്ക് വരുമ്പോഴത്തേക്ക് മൂവാറ്റുപുഴ, കോതമംഗലം തുടങ്ങി 7 നിയോജകമണ്ഡലങ്ങളും അത്യാവശ്യം വേരുകളുള്ള രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് കേരള കോൺഗ്രസ് മാണി. മൂവാറ്റുപുഴയിലെ ഏറ്റവും അവസാനം കേരള കോൺഗ്രസ് ജേക്കബ് ചെയർമാനായിരുന്ന ജോളി നെല്ലൂര് ഇപ്പോൾ കേരള കോൺഗ്രസ് മാണിയുടെ ഭാഗമായി മാറി. ഇപ്പോൾ ചെറുതായി കാണാൻ കഴിയില്ല കേരള കോൺഗ്രസ് മാണിയെ. പഴയ ഒരു ശക്തിയൊന്നും ഇടുക്കിയിൽ ഉണ്ടായിട്ട് ഇടുക്കിയിലില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മുമ്പ് ഇടുക്കിയിൽ 3 MLA-മാരൊക്കെ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കേരള കോൺഗ്രസ് മാണി. ഉടുമ്പൻചോലയും ഇടുക്കിയും തൊടുപുഴയൊക്കെ അവരുടെ ഭാഗമാണ്, കേരള കോൺഗ്രസ് മാണിയുടെ ഭാഗമാണ്. പക്ഷേ അതുപോലെയുള്ള വളരെ ശക്തരായ നേതാക്കന്മാരിന്ന് കേരള കോൺഗ്രസിനകത്തുണ്ട്. ഇടുക്കിക്കാരായിട്ടുള്ള നേതാക്കന്മാരുണ്ട്. റോഷി ഇപ്പോൾ കോട്ടയം ജില്ലക്കാരായ റോഷി ഇടുക്കിയിൽ വന്നു കഴിഞ്ഞ നാളത്തെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു ഇടുക്കിയുടെ ഭാഗമായി മാറി. അതൊരു ഭാഗത്ത് നോക്കുമ്പോൾ തന്നെ ഇടുക്കിയിൽ അത്യാവശ്യം സ്വാധീനമുള്ള നിരവധിയായ നേതാക്കന്മാരുമുണ്ട്. അപ്പോൾ എല്ലാ നിയോജകമണ്ഡലത്തിലും അല്ലെങ്കിൽ എല്ലാ ഇടുക്കിയിലെ ഭൂരിപക്ഷം വരുന്ന പഞ്ചായത്തുകളിലും അത്യാവശ്യം കേരള കോൺഗ്രസ് മാണിക്ക് സാന്നിധ്യമുണ്ട്. അത് ചെറുതല്ലാത്ത ഒരു ആത്മവിശ്വാസം ഇടതുമുന്നണിക്ക് നൽകിയിട്ടുമുണ്ട് എന്ന കാര്യത്തിൽ സംശയത്തിന് ഇട നൽകേണ്ടതില്ല. റൈറ്റ്. അതുപോലെ ഇടുക്കിയെ സംബന്ധിച്ച് പ്രധാനമാണ് സഭയുടെ നിലപാട്. 2014 ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജോയ്സിനെ തുണയ്ക്കുമ്പോൾ അതിന് പിന്നിൽ കത്തോലിക്ക സഭയുണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിനുശേഷം ഹൈറേഞ്ച് സംരക്ഷണ സമിതിയൊക്കെ നിർജ്ജീവമായതിനു ശേഷം സഭ പല നിലയ്ക്കുള്ള രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന തോന്നലുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇടക്കാലത്ത് റബ്ബറിൻ്റെ വില 300-ലെത്തിച്ചാൽ ആരെ വേണേൽ പിന്തുണയ്ക്കാം എന്ന് സഭ നിലപാടെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇക്കുറി സഭയുടെ നിലപാട് എന്തായിരിക്കും ഇടുക്കി ലോക്സഭാ മണ്ഡലത്തെ പരിഗണിക്കുമ്പോൾ? പഴയ നിന്ന് ഒത്തിരി മാറ്റം ഇടുക്കിയിലെ കത്തോലിക്ക സഭയ്ക്ക് കാണുന്നു. വേറൊരു കാര്യമുള്ളത്, ഇടുക്കി എന്ന് പറയുന്നത് ഇടുക്കി പാർലമെന്റ് മണ്ഡലം പൂർണ്ണമായ ഒരു രൂപതയുടെ കീഴിലല്ല എന്നൊരു ചിത്രമാണ്. ഇപ്പോൾ ഇടുക്കി രൂപതയ്ക്ക് പുറമെ കോതമംഗലം രൂപതയും കാഞ്ഞിരപ്പള്ളി രൂപതയും ഒക്കെ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായി വരുന്ന കത്തോലിക്ക സഭകളാണ്. വിജയപുരം രൂപതയും ഒപ്പം വിജയപുരം രൂപതയും. പിന്നെ ഇപ്പോൾ ഇടുക്കി പുതുതായി വന്ന ഒരു രൂപതയായി 2014 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇടുക്കി രൂപത പുതുതായി വന്ന ഒരു രൂപതയായിരുന്നു കത്തോലിക്ക സഭ. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ ഇടുക്കി രൂപതയുടെ അന്നത്തെ ഉണ്ടായിരുന്ന പൊതുവിഷയങ്ങളുടെ അഭിപ്രായം പറയുന്ന ഒരു ബിഷപ്പിൽ നിന്ന് പുതിയൊരു ബിഷപ്പിലേക്ക് ഇടുക്കി മാറിയിട്ടുണ്ട്. ഇടുക്കിക്കാരനായ ബിഷപ്പാണെങ്കിൽ പലരിൽ നിന്ന് വ്യത്യസ്തമായി പൊതു രംഗത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയ കാര്യങ്ങൾ അഭിപ്രായം പറയുന്ന ഒരു ബിഷപ്പല്ല ഇപ്പോൾ ഇടുക്കി രൂപതയ്ക്കുള്ളത്. പിന്നെ മറ്റൊന്നുള്ളത്, ഇപ്പോൾ 2014 തെരഞ്ഞെടുപ്പിൽ ആരോഗ്യ സംരക്ഷണ സമിതിയും ഒക്കെ വരുമ്പോൾ ആരോഗ്യ സംരക്ഷണ സമിതി ഇടുക്കി രൂപതയുടെ ഭാഗമായിരുന്നെങ്കിൽ പോലും ഈ കാർഗിൽ റിപ്പോർട്ടിനെതിരെയുള്ള ഒരു സമരത്തിൽ അന്ന് CSI സഭ ഉണ്ടായിരുന്നില്ല എന്നുകൂടി കാണേണ്ടത്. CSI സഭയ്ക്കും ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ അത്യാവശ്യം സ്വാധീനമുണ്ട്. കാരണം ഇപ്പോൾ തൊടുപുഴ നിയോജകമണ്ഡലത്തിൽ ഇടുക്കി നിയോജകമണ്ഡലത്തിലെയും പീരുമേട് മണ്ഡലത്തിലെ ചില ഭാഗങ്ങളിൽ CSI സഭയ്ക്ക് അത്യാവശ്യം സ്വാധീനമുണ്ട്. ഈസ്റ്റ് കേരള മഹായിടവകയുടെ ഭാഗമാണ്. ആ CSI സഭ അന്ന് PT തോമസിനോടൊപ്പമായി ഇടുക്കി രൂപതയാണ് PT തോമസിന്റെ സൗപഞ്ചഘോഷയാത്രയൊക്കെ നടത്തുമ്പോൾ അതിനെതിരെ ഒരു നിലപാടെടുത്ത വേറിട്ട നിലപാട് സ്വീകരിച്ചു CSI സഭ മാത്രമായിരുന്നു അന്ന്. പിന്നെ ഉള്ളത് ഇടുക്കി രൂപത മാത്രമായിരുന്നില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ SNDPയും NSSും ചില മുസ്ലിം സംഘടനകളും അന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്കൊപ്പം ഉണ്ട്. പക്ഷേ ഇന്ന് അവിടെ നിന്നൊക്കെ അവരൊക്കെ ഇങ്ങ് പുറത്തോട്ട് പോയിരിക്കുന്നു. ആ സംഘടനകളൊക്കെ ഇന്ന് പുറത്തുപോയി. ഇന്നിപ്പോൾ ഹൈറേഞ്ച് SNDP സ്വാഭാവികമായി ഇന്നിപ്പോൾ അവരുടെ BDJSന്റെ സ്ഥാനാർത്ഥി എളുപ്പമായി മാറിയിരിക്കുന്നത് കാരണം SNDP വനിതാ വിഭാഗത്തിന് സംസ്ഥാന ഭാരവാഹിയാണ്
ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ ഇന്ത്യയുടെ സ്ഥാനാർത്ഥി. സ്വാഭാവികമായി SNDP ഇങ്ങോട്ട് ഒത്തിരി പിറകിലേക്ക് വന്നിരിക്കുന്നു. ജോയ്സിൽ നിന്ന് ഒത്തിരി ദൂരം വിട്ടു നിൽക്കുന്നു. അതുപോലെ തന്നെ മറ്റ് സഭകൾ, മാർത്തോമ സഭയാണെങ്കിൽ ആക്വായ സഭകളാണെങ്കിൽ അതിൽ നിന്ന് പിന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു ഏകീകൃത സ്വഭാവം, ഒരു ഏകീകൃത ഒരു രൂപം പഴയ കാലത്തിൽ 2014 തെരഞ്ഞെടുപ്പിൽ അപേക്ഷിച്ച് ഇന്നില്ല എന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി വളരെ സജീവമായി ആരോഗ്യ സംരക്ഷണ സമിതിയോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭൂമി പ്രശ്നത്തോടൊപ്പമാണ്. അവിടെ മറ്റൊരു സംഘടനയുമായിട്ടായി രൂപപ്പെട്ട് അവർ വളരെ സജീവമായി ആ ഒരു പ്രശ്നത്തിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ അന്നത്തെ സാഹചര്യം മാറിയിരിക്കുന്നത്. റൈറ്റ്. അപ്പോൾ SNDPയുടെ കാര്യം സൂചിപ്പിച്ചു. അതായത് BDJSൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന SNDPയുടെ വനിതാ വിഭാഗത്തിൻ്റെ സംസ്ഥാന നേതാവാണ്. അപ്പോൾ SNDP ആ നിലയ്ക്ക് രണ്ട് മുന്നണിയിൽ നിന്നും ഒരു ചെറുദൂരം അകന്നു നിൽക്കുന്നുണ്ടാവാം ഇടുക്കി ജില്ലയിലെ SNDP യൂണിയൻ. BDJS ആണ് മത്സരിക്കുന്നത് എന്നുള്ളത്, NDAയിൽ BDJS ആണ് മത്സരിക്കുന്നത്, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പ് BDJSൻ്റെ സാന്നിധ്യം NDAയുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ വലിയ തോതിൽ സഹായിച്ചിരുന്നു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ പിന്നീട് BDJSൻ്റെ പ്രസക്തി കുറയുകയും ചെയ്തു. ഇക്കുറി ഈ BDJS സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ട് ഏതെങ്കിലും മുന്നണിയെ ബാധിക്കാനിടയുണ്ടോ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ചിത്രം പരിശോധിക്കുമ്പോൾ SNDP വോട്ട് അല്ലെങ്കിൽ BDJS വോട്ടൊക്കെ പൂർണ്ണമായി NDAയുടെ ഭാഗമായി മാറിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഓരോ മണ്ഡലത്തിലെ ചിത്രം എടുത്ത് നോക്കും. അതിന് മുമ്പ് ലഭിച്ച വോട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലഭിച്ചിട്ടുമില്ല. അപ്പോൾ ഈ വോട്ട് വിഹിതം കുറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു BDJS സ്ഥാനാർത്ഥി വന്നതിന് ശേഷം ഇടുക്കിയിൽ പൊതുവെ കാണുമ്പോൾ എല്ലായിടത്തും ഈ UDF LDFൻ്റെ ഒരു ചിത്രം ഒരു നേരിട്ടുള്ള മത്സരം എന്നൊരു പ്രതീതി കാണുന്നുണ്ടെപ്പോഴും BDJSൻ്റെ ഒരു സാന്നിധ്യം പഴയതുപോലെ കാണുന്നില്ല, അല്ലെങ്കിൽ NDAയുടെ ഒരു സാന്നിധ്യം പഴയതുപോലെ കാണുന്നില്ല എന്ന് ചിത്രം ഇടുക്കിയിൽ പൊതുവെ കാണുന്നു. അതെന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകുന്നത്. പക്ഷേ തുഷാർ വെള്ളാപ്പള്ളി തൊട്ടടുത്ത കോട്ടയത്ത് മത്സരിക്കുന്നതുകൊണ്ട് ഇടുക്കിയുടെ മണ്ഡലങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അപ്പുറേക്ക് മാറിയത് കൊണ്ടാണോ എന്നൊരു സംശയം ഇല്ലായികയില്ല. അതോടൊപ്പം തന്നെ BJP എത്രത്തോളം ഒരു NDAയുടെ അല്ലെങ്കിൽ BDJSനോടൊപ്പം ജയിച്ചു ചേർന്നിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് രംഗത്ത് എന്നൊരു സംശയവും കാണാതിരുന്നു കൂടാ. അപ്പോൾ ആ ഒരു ചിത്രമുണ്ട്. പിന്നെ ഇടുക്കിയുടെ രാഷ്ട്രീയം BDJS SNDPക്ക് ഇടയ്ക്ക് പോലും ഉണ്ടായിട്ടുള്ള ആ ഒരു പുതിയ രാഷ്ട്രീയമൊക്കെ അതും ഇതിനകത്തൊരു ചിത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നേരിട്ടുള്ള മത്സരമായിട്ട് മാത്രമാണ് ഇടുക്കി നിയോജകമണ്ഡലത്തിലെ പൊതുവെ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. റൈറ്റ്. ഞാൻ ഏറ്റവും കൂടുതൽ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രചാരണത്തിൻ്റെ ഈ ഘട്ടത്തിൽ നോക്കുമ്പോൾ ഇടുക്കിയിൽ UDFന് ഒരു മുൻതൂക്കമുണ്ട് എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇടുക്കിയിൽ UDF മുന്നിലാണെന്ന് പറയാൻ പറ്റും. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ദേശീയ രാഷ്ട്രീയം ഇടുക്കിയിൽ ഒരു വലിയ ഘടകം തന്നെ. കാരണം ഇടുക്കിയിൽ മതന്യൂനപക്ഷങ്ങൾക്ക് അത്യാവശ്യം ഒരു സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. ആ മതന്യൂനപക്ഷങ്ങൾക്കിടയിലുണ്ടായിട്ടുള്ള ഒരു ആശങ്ക അത് വല്ലാതെ പ്രതിഫലിക്കുന്നു. അത് മണിപ്പൂരിൽ നിന്ന് നമ്മളിങ്ങോട്ട് വരുമ്പോൾ മണിപ്പൂരും മുമ്പ് മുസ്ലിം സമുദായത്തിനിടയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നില്ല. മണിപ്പൂർ സംഭവത്തോട് തുടങ്ങുന്ന അത് എല്ലാ മേഖലയിലും കാണുന്നുണ്ട്. കാരണം മണിപ്പൂരൊക്കെ വലിയ തോതിലുള്ള പ്രചാരണം ആയുധമാക്കി മണിപ്പൂരിൻ്റെ ആ ഒരു സംഭവം ഉണ്ടായ സമയത്ത് തന്നെ UDFനെ കഴിഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ആശങ്ക മണിപ്പൂരും അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങൾ പൊതുവെ രാജ്യത്ത് നേരിടുന്ന ഒരു സാഹചര്യവും ഒരു ഭാഗത്ത് നിൽക്കുന്നു. അത് ഒരു ഭാഗത്തെ ചിത്രമാണ്. അത് UDFന് ഒരു മേൽക്കോയ്മ നേടിക്കൊടുക്കുമ്പോൾ മറ്റൊന്നുള്ളത് എനിക്കൊരു ദ്രാവിഡ രാഷ്ട്രീയം. ഇപ്പോൾ ഇടുക്കിയുടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ദേവോളം നിയോജകമണ്ഡലത്തിലെ പകുതിയോളം വോട്ട് എന്ന് പറഞ്ഞാൽ തമിഴ് വോട്ടാണ്. ഉടുമ്പൻചോല നിയോജകമണ്ഡലത്തിൽ അത്യാവശ്യം തമിഴ് വോട്ടുണ്ട്. ഇപ്പോൾ പീരുമേട് നിയോജകമണ്ഡലത്തിൽ തമിഴ് വോട്ടുണ്ടെങ്കിൽ തമിഴ്നാടുമായി നിരന്തരമായ ബന്ധം പുലർത്തുന്ന വോട്ടർമാരല്ല പീരുമേടിലുള്ളത്. പക്ഷേ ദേവോളം നിയോജകമണ്ഡലത്തിലെ ഉടുമ്പൻചോല നിയോജകമണ്ഡലത്തിലെ വോട്ടർമാർ അങ്ങനെയല്ല. അവർ തമിഴ്നാട്ടിൽ വീടുള്ള, തമിഴ്നാട്ടിൽ വോട്ടവകാശമുള്ള, അവിടെ ആനുകൂല്യം പറ്റുന്ന ദ്രാവിഡ രാഷ്ട്രീയവുമായി ബന്ധമുള്ള ആളുകളാണ്
ആ വോട്ടർമാർ. ആ ദ്രാവിഡ രാഷ്ട്രീയം ഇന്ന് നിലവിലുള്ള BJP രാഷ്ട്രീയത്തിന് എതിരാണ് എന്നൊരു കാഴ്ചപ്പാടുണ്ട്. അതും ഈ തെരഞ്ഞെടുപ്പിനെ കൂട്ടി വായിക്കപ്പെടേണ്ടതാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ DMK, കോൺഗ്രസ്, CPM അതിനകത്ത് ഘടകമാണെങ്കിൽ അവിടെ കൂടുതലായി വരുന്നത് DMKയും കോൺഗ്രസുമായിട്ടുള്ള കൂട്ടുകെട്ട്. അവിടെ DMK പ്രസിഡന്റായിട്ടുള്ള തമിഴ്നാട് മുഖ്യമന്ത്രി NK സ്റ്റാലിൻ പരസ്യമായി തന്നെ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടെ മുന്നണിയിൽ CPM-ഉം CPI-യും മുസ്ലിം ലീഗും കോൺഗ്രസും DMK മുന്നണിയാണ്. അവിടെ എല്ലാവരും ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ അതിർത്തി കിടക്കുമ്പോൾ അതില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ഒരു സ്വാധീനം, ആ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനവും ഇടുക്കിയിൽ കൂട്ടി വായിക്കുമ്പോൾ മൊത്തത്തിൽ UDF-ന് അനുകൂലമായ ഒരു ചിത്രമാണ് ഇടുക്കിയിലുള്ളത്. പിന്നെ ഉള്ളതൊന്ന് ഇടുക്കിയിലെ ഹിന്ദിയാണ്. ഇപ്പോൾ പ്ലാന്റേഷൻ മേഖലയിൽ വലിയ തോതിൽ ഹിന്ദി തൊഴിലാളികൾ ഉണ്ടെങ്കിൽ പോലും അവർക്കൊന്നും വോട്ടില്ല എന്നൊരു ചിത്രം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ആ വോട്ട് ബാങ്കായി ഇപ്പോൾ കാണാനും കഴിയില്ല. ഇതാണ് ഇടുക്കിയിലെ ഒരു പൊതുവായ നിലവിലുള്ള ചിത്രം. റൈറ്റ്. അങ്ങനെ നേരിട്ടുള്ള പോരിൽ മുൻതൂക്കം ഇപ്പോൾ UDF-നുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാമെങ്കിലും ഈ മുൻതൂക്കം പക്ഷേ വരും ദിവസങ്ങളിൽ അടിയൊഴുക്കുകൾ ഉണ്ടെങ്കിൽ മറിയാം. അത്തരം അടിയൊഴുക്കുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നത് കാത്തിരുന്ന് കാണണം. എന്തായാലും ഇടുക്കിയിൽ രാഷ്ട്രീയ ചിത്രം വ്യക്തമാണ്. LDF-ഉം UDF-ഉം തമ്മിലുള്ള നേരിട്ടുള്ള മത്സരം, ത്രികോണ മത്സരമൊന്നും അവിടെയില്ല. മുൻതൂക്കം UDF-ന് തന്നെ. അടിയൊഴുക്കുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നത് കാത്തിരുന്ന് കാണണം.